ഈ പറഞ്ഞ വീട് ഓടി ചോർന്ന് കിടക്കുമ്പോൾ വലിയ ജോലിക്കൊക്കെ പോകുന്നത് വീട്ടിലേക്ക് പോകുന്നത്. എന്നോട് ഇനിയിപ്പോൾ അയൽവാസികളും എന്തെങ്കിലും ഉമ്മക്ക് പൈസ കൊടുക്കില്ല. അത് കാരണം കൊടുത്തിട്ട് ഇപ്പോൾ കുറേ മാസമായി. കാരണം 2 മാസം മുമ്പായിട്ട് 2 കുറേ ആയി കൊടുത്തിട്ട് കുറേ ആയി. അപ്പോൾ ഈ ആൾക്കാർ അയൽവാസികളോടെല്ലാം എൻ്റെ ഉമ്മ കടം ചോദിക്കില്ല. അങ്ങോട്ട് ഇങ്ങോട്ട് 500 പേര് ഇതാക്കി തരും. കാരണം ഉമ്മ എന്നോട് പറഞ്ഞ കാര്യമുണ്ട്. ഞാൻ ഇങ്ങനെ ചോദിക്കുമ്പോൾ ഇവർ അയൽവാസി അവർ പറയും, എന്താ നിൻ്റെ മോനെ ആടിലുള്ള എൻ്റെ മോനെ പൈസ ഉണ്ട്. അതായത് ആൾക്കാർ നമ്മൾ കാണുന്നത് വെച്ചാൽ നമ്മൾ അത് വലിയൊരു കോടീശ്വരനാണ്. അപ്പോൾ ഇവരെ കയ്യിലും കുറച്ച് പൈസയും എല്ലാം ഉണ്ട്, എല്ലാ സെറ്റപ്പുള്ള ആൾക്കാരാണ് വേണ്ടിയുള്ളത്. പക്ഷേ നമുക്കെല്ലാവരും നമ്മളൊരു പൈസ ഉണ്ട്. കാരണം നമ്മൾ ശരി എൻ്റെ യഥാർത്ഥ പണി എന്ന് വെച്ചാൽ ഞങ്ങളുടെ ഷഡ്ഡി അലക്കാൻ. ശരിയാണ്. കാരണം നീ ഇത്രയും വലിയൊരു ഗ്യാങ്ങില് ഹൈ സാലറി ലെവലിൽ നിൽക്കുന്ന നിന്റെ വീട്ടുകാരെങ്കിലും പൈസ ഇല്ലാന്ന് പറഞ്ഞ് ചെന്ന് തന്നെ ആരെങ്കിലും കൊടുക്കുമോ, സഹായിക്കുമോ? ഇല്ല. കാരണം നീ അത്ര ഫെയിമിൽ നിൽക്കുന്ന, നീ തൊപ്പിയുടെ കീഴിൽ പെർ മന്ത് ലക്ഷങ്ങളോളം സാലറി വാങ്ങിക്കുന്ന ഒരാളാണ് തൊപ്പിയുടെ കഴിയുന്നത്. അപ്പൊ ആരെങ്കിലും നിന്റെ വീട്ടുകാരെ സഹായിക്കുമോ? ശരിയാണ്, അത് ആരും സഹായിക്കത്തില്ല. അതാരും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം നീ അത്രയും ഫെയിം ആൻഡ് എക്സ്പോഷറിൽ നിൽക്കുന്ന ഒരാളാ. കുളിസിയുമായിട്ട് എത്തി നോക്കിയെന്നും പറഞ്ഞ് ഫെയിം അടിച്ചവനാ. അപ്പൊ നിന്റെ വീട്ടുകാരെങ്കിലും സഹായിക്കുമോ? നിനക്ക് അത്ര സ്ഥലവും കാര്യങ്ങളൊക്കെ കിട്ടുമല്ലേ? ആരെങ്കിലും സഹായിക്കൂടാ നിന്നെ?